നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നും നാളെയുമായി നടക്കുന്ന PB യോഗത്തിൽ പിണറായിസം കുഴിച്ചുമൂടുമോ എന്നാണ് ഇന്ത്യ നോക്കുന്നത്. കേരളത്തിൽ എങ്ങനെ തോൽവി സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം 13 മണിക്കൂറാണ് ചർച്ച ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വ്യക്തതയില്ല പാർട്ടിക്ക്. LDF എങ്ങനെ തോറ്റു എന്നറിയാൻ കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം. കേരളത്തിലെ CPMനുള്ളിലെ പിണറായി ചേരി ഇപ്പോഴും ശക്തമാണ്. പ്രതിപക്ഷ നേതാവായി അവർ മറ്റാരെയും പരിഗണിക്കുന്നതേയില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ LDFനെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ പിണറായിക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ് ആ വിഭാഗം പ്രകടിപ്പിക്കുന്നത്. പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് കടന്നു വരണമെന്ന വാദത്തിനാണിപ്പോൾ സംസ്ഥാനത്ത് മുൻഗണന. ഇത് അട്ടിമറിക്കപ്പെടുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. കോൺഗ്രസ് സംഘടനയിൽ വലിയ അസ്വസ്ഥതകൾ പുകയുന്നു. ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയ പരിചയസമ്പത്ത് പിണറായിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായിസം വാദിക്കുന്നവരുടെ മുഖ്യ വാദം. എന്നാൽ പുതിയൊരു മുഖം വന്നാൽ മാത്രമേ ഇനി CPMന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചിലരൊക്കെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മാറണമെന്ന അഭിപ്രായ പ്രകടനമാണ് അവിടെ ചിലർ തുറന്ന് വിമർശനമായി ഉന്നയിച്ചത്. പാർലമെന്ററി വ്യാമോഹം സൃഷ്ടിച്ച വലതു വ്യതിയാനം പാർട്ടിയെ സംഘടനാപരമായി ക്ഷീണിപ്പിക്കുന്നുവെന്ന വാദമാണ് MA ബേബി ഉയർത്തുന്നത്. MA ബേബി മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന് തടയിടാൻ മുന്നിൽ നിൽക്കുന്നത്. പാർട്ടി പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു എന്ന് MA ബേബി വിശ്വസിക്കുന്നു. കണ്ണൂരിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വിമതരുടെ സ്ഥാനാർത്ഥിത്വവും അവരുടെ വിജയങ്ങളും പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന ദുഷ്പ്രവണതയുടെയും ദൗർബല്യത്തിൻ്റെയും ഉദാഹരണങ്ങളായി MA ബേബി ചൂണ്ടിക്കാട്ടുന്നു. വല്ലാത്ത അവസ്ഥയിലാണ് പോളിറ്റ് ബ്യൂറോ. അഖിലേന്ത്യാ നേതൃത്വം പാർട്ടിക്കുള്ളിൽ സംഘടനാ നിയന്ത്രണം ശക്തമാക്കണമെന്ന മുറവിളി ഒരു വശത്ത്. സംസ്ഥാനത്ത് പിണറായി വിജയനെ നിയന്ത്രിക്കാൻ കഴിവുള്ള നേതാക്കളില്ല. ജനറൽ സെക്രട്ടറിയായ MA ബേബിയും ഇതുവരെ പിണറായി വിജയന് മുന്നിൽ വിനീത വിധേയനായി നിന്നയാളാണ്. ഇനിയിപ്പോൾ പിണറായിയെ ആര് തിരുത്തും എന്ന ചോദ്യം. ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം പാർട്ടിയെ വല്ലാത്തൊരു ശോഷിപ്പ് ബാധിച്ചു. പാർട്ടി പൂർണ്ണമായും കേരള ഘടകത്തിന് കീഴടങ്ങി. കേരള ഘടകം നിയന്ത്രിച്ചതാവട്ടെ പിണറായിയും. സ്വാധീനമുള്ള സംസ്ഥാന ഘടകങ്ങളുടെ തീരുമാനങ്ങളെ കേന്ദ്ര നേതൃത്വം അതേപടി അംഗീകരിക്കുന്ന ഒരു പ്രവണതയാണ് പിന്നീട് കണ്ടത്. ഇത്തവണ കണ്ണൂരിലെ ചില സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ അഖിലേന്ത്യാ നേതൃത്വം മാറ്റം നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും പിണറായി അതൊന്നും ചെവിക്കൊണ്ടില്ല. ആദ്യ ദിന ചർച്ചകളിൽ മുഴങ്ങുന്നത് പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ തന്നെ. തുടർച്ചയായ രണ്ടാം ഭരണത്തിൻ്റെ അഹങ്കാരം വോട്ടർമാരെ അകറ്റി. വരും കാലങ്ങളിൽ അഹങ്കാരം തിരുത്തണമെന്ന ആവശ്യമാണ് PB മുന്നോട്ട് വയ്ക്കുന്നത്. CPMൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യമാകും ഇക്കുറി നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. കേരളത്തിലെ പാർട്ടിയുടെ പൊതുവികാരം തനിക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചോദ്യത്തിന് പിന്നെ കാണാം എന്ന മറുപടിയാണ് നൽകിയത്. ക്ലിഫ് ഹൗസ് ഇതുവരെ പിണറായി വിജയൻ ഒഴിഞ്ഞുകൊടുത്തിട്ടില്ല. വളരെ അടുപ്പമുള്ളവരോട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് താനുണ്ടാകും എന്ന സൂചന പിണറായി നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് PB അംഗവും ജനറൽ സെക്രട്ടറിയുമായ MA ബേബി വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയുന്നതിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചു എന്ന നിലപാടിൽ തന്നെ ബേബി തുടരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തൊട്ടുമുൻപ് MA ബേബി നടത്തിയ ചില പ്രതികരണങ്ങൾ. പാർട്ടി അംഗങ്ങൾ നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായ പ്രകടനങ്ങളും തുറന്ന വിമർശനങ്ങളും നടത്തണമെന്ന് MA ബേബി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 13 മണിക്കൂറുകൾ നീണ്ടുപോയത്. പിണറായി വിജയനെതിരെ ചില തുറന്നുപറച്ചിലുകളും വിമർശനങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏറെ ഉയർന്നു കേട്ടു. പിണറായിയുടെ വ്യക്തി കേന്ദ്രീകൃത ഭരണശൈലിയും പാർട്ടിക്ക് മേലുള്ള അമിത സ്വാധീനവുമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ചിലർ വിലയിരുത്തി. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായിക്ക് നൽകരുത് എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കാൻ ശക്തിയുള്ളവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ പാർട്ടിയുടെ നേതൃമാറ്റം തന്നെയാകും പോളിറ്റ് ബ്യൂറോയിലെ മുഖ്യ ചർച്ച. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആഗ്രഹം കേരള ഘടകത്തിലെ ഒരു വിഭാഗം അവിടെ പങ്കുവയ്ക്കും. എന്നാൽ ദേശീയ നേതൃത്വം ഇതിനോട് വിയോജിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. MA ബേബി കട്ടയ്ക്ക് നിലപാടെടുത്താൽ പിണറായി സമ്പൂർണ്ണമായി അവസാനിക്കും.
പാർട്ടിയിൽ പുതിയൊരു മുഖം വരുന്നത് കേഡർമാർക്കിടയിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുമെന്നാണ് എം.എ. ബേബി ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കൈക്കൊണ്ട പല തീരുമാനങ്ങളും പാർട്ടിയുടെ അടിത്തറയിളക്കി. തുടർച്ചയായ രണ്ടാം ഭരണത്തിൽ കടുത്ത അഹങ്കാരം വോട്ടർമാരെ അകറ്റി. വരുംകാലങ്ങളിൽ ഇത് പൂർണ്ണമായി തിരുത്തിയില്ല എങ്കിൽ കോൺഗ്രസ് സംഘടനയിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ പുകഞ്ഞാലും അതൊന്നും തങ്ങൾക്ക് അനുകൂലമായി മാറില്ല എന്നാണ് പോളിറ്റ് ബ്യൂറോയിലെ ഒരു കൂട്ടർ വാദിക്കുന്നത്. പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രം ഒതുക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന നിർദ്ദേശവും ഇപ്പോൾ സജീവമായി പോളിറ്റ് ബ്യൂറോ ചർച്ചയിലുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമോ എന്ന ഭയം സാധാരണ പാർട്ടിക്കാരെയും ബാധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായ സ്ഥിതിവിശേഷം കേരളത്തിലെ CPM പാർട്ടിക്കും സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായാൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഇത് ഗുണകരമാവില്ല എന്ന് എം.എ. ബേബി തിരിച്ചറിയുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഇനി പാർട്ടി സഖാക്കളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പുതിയൊരു നേതൃവിഭാഗത്തെയും രംഗത്തിറക്കണം. ഒരു കാര്യം വ്യക്തമാണ്, പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. ഇനി അതല്ല പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനാണ് PBയുടെ ഭാവമെങ്കിൽ ഇതോടെ ബംഗാളിന് സമാനമായ അനുഭവം കേരളത്തിലെ CPM പാർട്ടിക്കുമുണ്ടാകും. തിരുത്തലിന് തയ്യാറാണോ എന്ന ചോദ്യവുമായി എം.എ. ബേബി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.